അല്ലാതെ ഒരു സാധാരണ ആർട്ടിസ്റ്റ് ചെയ്താൽ അത് നിൽക്കില്ല എന്നാണ് എനിക്ക് അഭിപ്രായം. രാഘവന് ചെയ്യാൻ പറ്റുമോ? ഞാൻ മിഴിച്ച് നോക്കി അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞത് എന്താണ്, ഇതൊരു സാധാരണ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനും രാമു കാര്യാട്ട് സാറിൻ്റെ 7 രാത്രികൾ എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് പാടുന്നത്. അതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയത്. അതും മ്യൂസിക് ഡയറക്ടർ സലീൽ ചൗധരി. അഭയം എന്ന ചിത്രത്തിൽ അഭയം, അതാണല്ലോ ഈ അഭയം എന്നുള്ള ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ടാണ് ചെമ്പരത്തിയിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത്. ഈ അഭയം എന്ന ചിത്രത്തിൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു? അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അതെങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് വിജ്ഞാൻ ഭവനിൽ ചെമ്മീൻ്റെ ഷോ നടക്കുക. ചെമ്മീൻ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഈ അവാർഡിന് വേണ്ടി ചെമ്മീൻ അവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. അതിൽ പങ്കുകൊള്ളാൻ എനിക്കും കഴിഞ്ഞു. ഞാനും അവിടെ പ്രദർശനത്തിന് വന്നു, കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഞാൻ അഭിനന്ദിച്ചു എൻ്റേതായ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ പഠിക്കുകയാണ്. ഓ, വളരെ സന്തോഷം, വെരി ഗുഡ്. അപ്പോൾ കാര്യാട്ട് സാർ പറഞ്ഞു, രാഘവൻ ഒരു കാര്യം, രാഘവൻ മദ്രാസിലേക്ക് വരുന്നുണ്ടെങ്കിൽ വന്നാൽ എന്നെ വിളിക്കാൻ മറക്കരുത്, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഓർക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എത്രയോ പടങ്ങൾ ഞാൻ അഭിനയിച്ചതിന് ശരി, മനസ്സിലായില്ലേ? അമ്മയെന്ന സ്ത്രീ വരെ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് പെട്ടെന്ന് പിന്നെ ഒരു ഹോട്ടലിൽ, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധോദയം. ഞാൻ ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ സ്വർണ്ണകമലം വാങ്ങിച്ചു തന്ന സംവിധായകൻ, അദ്ദേഹത്തെ കാണാനോ അദ്ദേഹത്തെ വിളിക്കാനോ എനിക്ക് തോന്നിയില്ലല്ലോ ഇത്രയും കാലമായിട്ട്. എന്തു ചെയ്യും എന്നാലോചിച്ചു. പിന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ശരി, നമ്പർ കണ്ടുപിടിക്കാനാണോ പ്രയാസം? ഉടനെ ഡയറക്റ്റ് എടുത്ത് നമ്പർ കണ്ടുപിടിച്ചു. ഉടനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, രാഘവൻ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ റോയൽ കഫേ, എന്താണ് കോടമ്പാക്കം ബ്രിഡ്ജ് കഴിഞ്ഞാലുള്ള റോയൽ കഫേ, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. റൈറ്റ്, അതിൻ്റെ മുമ്പിൽ ടാക്സി കാണുമല്ലോ. ഞാൻ പറഞ്ഞു, ടാക്സി സ്റ്റാൻഡ് അത് ടാക്സി ഉണ്ട്. എന്നാൽ ടാക്സിക്കാരനോട് പറയൂ ചെമ്മീൻ്റെ ഓഫീസിലേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെമ്മീൻ്റെ ഓഫീസിൽ കൊണ്ടുവിടും. ഞാൻ നേരെ പോയി ടാക്സിക്കാരനോട് ചോദിച്ചു, ചെമ്മീൻ്റെ ഓഫീസ് അറിയാം. നേരെ ചെമ്മീൻ്റെ ഓഫീസിൽ പോകുന്നു. അവിടെ ഇരിക്കുന്നു ഒരു വലിയ ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിളിൻ്റെ ഡബിൾ ഒരു 16 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ ഡൈനിങ് ടേബിൾ. ആ ടേബിളിൻ്റെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വായിക്കുക, സ്ക്രിപ്റ്റ് എന്തോ വായിക്കുന്നു. ഒരുപാട് സ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ദൂരെ. അപ്പം ഞാനിങ്ങനെ വന്ന് നിന്നു, ഒന്നിങ്ങനെ നോക്കി. അപ്പം ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. കൈ കാണിച്ചു, ഞാനിരുന്നു, അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള സീറ്റിലിരുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബുൾഗാനിൻ താടി ഇങ്ങനെ തടവിക്കൊണ്ട് എനിക്ക് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ ഇടയിലെ കൂടെ എന്നെ നോക്കുന്നുണ്ട് എന്നൊരു സംശയം. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 പേജുള്ള ഒരു സംഗതി എടുത്ത് എനിക്ക് തന്നു. ഇതൊന്ന് വായിക്കൂ. അതിൽ ആ മുരളി എന്നുള്ള ക്യാരക്ടർ, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കൂ. അപ്പം ഞാനത് വായിച്ചു, സ്ക്രിപ്റ്റ് അത് മുഴുവൻ വായിച്ചു. മുരളി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുരളി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉടനെ അദ്ദേഹം ചോദിക്കുക, ആ മുരളി അത് ഏത് ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഏത് ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കുമ്പോൾ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ ഏത് ആർട്ടിസ്റ്റ് എന്നാണോ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഏത് ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയും? പ്രശ്നമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വളരെയധികം അറിവുള്ള വലിയ ഒരു മഹാനായൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റേതായ എന്താ പറയുക, എല്ലാ തരത്തിലും അറിവുകൾ, ഒരു ഭണ്ഡാകാരമാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെ വേണം ചെയ്യാൻ. അല്ലാതെ ഒരു സാധാരണ ആർട്ടിസ്റ്റ് ചെയ്താൽ അത് നിൽക്കില്ല എന്നാണ് എനിക്ക് അഭിപ്രായം. രാഘവന് ചെയ്യാൻ പറ്റുമോ?
ഒന്നും ചോദിക്കുന്നില്ല. അപ്പം കേട്ട ഭാവമില്ല. രാഘവന് ചെയ്യാൻ പറ്റുമോ? ഞാൻ മിഴിച്ച് നോക്കി അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞത് എന്താണ്, ഇതൊരു സാധാരണ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. രാഘവന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ ചോദ്യം? ഞാൻ കുറച്ചു നേരം നിന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഗൗതമ എന്ന് വിളിക്കുന്നു. ഗൗതമൻ വരുന്നു. ഗൗതമൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ആളാണ്. ഞാനിപ്പം ഇത് പാസ്സായി വന്നു, അദ്ദേഹം അതേസമയം പാസ്സായി വന്നു. ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് രാഘവൻ NSD പഠിച്ച് വന്നതാണ്. രാഘവനാണ് നമ്മുടെ മുരളി ചെയ്യാൻ പോകുന്നത്. വെരി ഗുഡ്, ഒറ്റ അടിയാണ് ഗൗതമൻ. വെരി ഗുഡ്. എനിക്ക് അതിശയം തോന്നിപ്പോയി, ഇതെന്താ കഥ. ഉടനെ പറഞ്ഞു, ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. ഗൗതമൻ ഗൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എഴുന്നേറ്റങ്ങ് പോയി. പിന്നെ ഗൗതമനും ഞാനും ഇരിപ്പായി. സ്ക്രിപ്റ്റ് വായനയായി, പഠിത്തമായി. ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ ഡെയിലി അവിടെ വരും. രാവിലെ വരും, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ, ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകും. ഇതാണ് സ്ഥിതി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് ഷൂട്ടിങ്, അതേ ഓഫീസിൽ വെച്ച് ഷൂട്ടിങ്. എങ്ങനെയുണ്ട്? അതാണ് ഷീലാമ്മി ഞാനുമായിട്ടുള്ള സീനുകൾ. അഭയം, മാക്സിമം അവിടെ വെച്ചാണ് എടുത്തത്. പാട്ട് സീൻ എല്ലാം. അപ്പോൾ അതൊരു നിമിത്തമല്ലേ? ഒന്ന് ആലോചിച്ചു. സത്യം. ആദ്യത്തെ പടത്തിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്നെ ബുക്ക് ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് തരുന്നു. ഇത് മറ്റൊരു തരത്തിൽ അന്ന് ഞാൻ വിളിച്ചില്ലെങ്കിലോ, ഈ കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അന്ന് ഞാൻ വിളിച്ചില്ലെങ്കിലോ, അപ്പോൾ വിളിക്കാൻ തോന്നിച്ചതാര്? ഇതൊന്നും എവിടെയൊക്കെയോ നമ്മളെ ഗൈഡ് ചെയ്യുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു, അല്ലേ? അതെ അതെ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനും രാമു കാര്യാട്ട് സാറിൻ്റെ 7 രാത്രികൾ എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് പാടുന്നത്. ഒരു 4 വരി ഒരു കുട്ടിക്ക് വേണ്ടി. അതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയത്. അതും മ്യൂസിക് ഡയറക്ടർ സലീൽ ചൗധരി. അല്ല, അതൊക്കെ ഒരു നമ്മുടെ ഭാഗ്യമാണ് കേട്ടോ, നമുക്ക് നിമിത്തമാണ്. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും സിനിമയോ സീരിയലോ ഒക്കെ ആയിട്ട് വീണ്ടും നമ്മളെ തിരിച്ച് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ രാഘവട്ടിനുണ്ട്, ഞാനും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ എപ്പോഴും അഭിനയിക്കാൻ റെഡിയാണ്, അല്ലേ? ഏതായാലും അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ. അതെ, എന്തായാലും അതെ അതെ. ഓർമ്മയിൽ ഒരു എത്ര സിനിമ അഭിനയിച്ചു കാണും? എനിക്ക് ഞാനിതൊന്നും ഓർത്തെടുക്കുന്ന കൂട്ടത്തിലല്ല, ഓർക്കുന്നുമില്ല. എന്തായാലും ഒരു 150ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പം എന്തായാലും എനിക്കിങ്ങനൊരു സന്ദർഭം തന്ന അമ്മ TV ചാനലിനോടും, പിന്നെ എനിക്കിങ്ങനൊരു സന്ദർഭം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നല്ല, നമ്മളെ എല്ലാത്തിലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ ഹസ്ബൻഡിനായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ അങ്ങനൊരു സന്ദർഭം എനിക്കിന്ന് കിട്ടിയതിലും വളരെ വളരെ സന്തോഷം ചേട്ടാ. നമസ്കാരം.